നിങ്ങളെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതേപോലെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പെർഫോമൻസും കൂട്ടാൻ കഴിയുന്ന 5 വർക്കൗട്ട്. ഈ 5 സിമ്പിൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങളെ ബ്രെയിൻ പവറും മെമ്മറി പവറും കൂടും. ഇത് സാധാരണ നമ്മൾ കാണുന്ന മെഡിറ്റേഷൻ പോലെയുള്ള വർക്കൗട്ടല്ല. ഇത് ചെറിയ പസിലുകളാണ്, നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എക്സസൈസ് സ്കെഡ്യൂൾ ടേബിൾ. ഇത് ഒരു ടേബിളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇതിൽ നടുവിലത്തെ സംഖ്യയിൽ ഫോക്കസ് ചെയ്തിട്ട് ഇത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഷഫിളായിട്ട് കിടക്കുന്നുണ്ടാവും. അതിനെ നിങ്ങൾ 1 മുതൽ 25 വരെ എന്നുള്ള ഓർഡറിൽ, അതായത് 1, 2, 3, 4 എന്ന ഓർഡറിൽ 25 വരെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യും. 30 സെക്കൻഡിനുള്ളിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാതെ പോയിട്ട് ഒന്ന് ബാക്കോട്ടേക്ക് സ്കിപ്പ് അടിച്ചിട്ട് ഒരിക്കൽ കൂടി ശ്രമിച്ച് നോക്കിയാൽ അവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയവർക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള പസിൽ ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് 10 സെക്കൻഡേ ടൈമർ തരുന്നുള്ളൂ. കാരണം മിക്കവാറും ആൾക്കാർക്കും അത് ഫുള്ളായിട്ട് ചെയ്യാൻ കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടൈം വേണ്ടവർ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എക്സസൈസ് നമ്പർ 2, മെമ്മറി സ്റ്റോറി. ഇത് ഞാൻ ഒരു കഥ പറയും. ആ കഥയിൽ ആസ്പദമാക്കിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ഈ കഥ ഓർമ്മിച്ച് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് ചെയ്യുക. കഥ ഇതാണ്: ഇന്നലെ രാവിലെ റിനോ ആശുപത്രിയിലേക്ക് പോയത് തൻ്റെ സുഹൃത്ത് അലിയുടെ സ്കൂട്ടർ ബോറോ ചെയ്യാനായിരുന്നു. പക്ഷേ സ്കൂട്ടർ ഓൾറെഡി അനീഷിന് കൊടുത്തിരുന്നത് കൊണ്ട് അവൻ മെട്രോ എടുത്ത് മെട്രോയിൽ അനീഷ് തന്നെ ഓപ്പോസിറ്റ് സീറ്റിൽ മൊബൈൽ കൊണ്ട് ആരെയോ കോൾ ചെയ്യായിരുന്നു. കോൾ കിട്ടിയത് റിനോയുടെ കസിൻ ജിബിനായിരുന്നു. ജിബി മീൻവെയിൽ ലൈബ്രറിയിലാണെന്ന് പറഞ്ഞു. അതേസമയം റിനോയ്ക്ക് ഹോസ്പിറ്റലിൽ കാണേണ്ടി വന്നത് ഡോക്ടർ ജയന്തിനെയാണ്. ഡോക്ടർ ഓൾറെഡി അലിയെയും ജിബിയെയും പ്രീവിയസ് ഡേ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. കഥ മുഴുവനായും കേട്ടല്ലോ. ഇനി ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1, സ്കൂട്ടർ ആർക്കായിരുന്നു ആദ്യം? ചോദ്യം നമ്പർ 2, മെട്രോയിൽ ഓപ്പോസിറ്റ് സീറ്റിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ചോദ്യം നമ്പർ 3, ലൈബ്രറിയിൽ ആയിരുന്നത് ആര്? ചോദ്യം നമ്പർ 4, ഹോസ്പിറ്റലിൽ കണ്ട ഡോക്ടർ ആര്? ഉത്തരങ്ങൾ നിങ്ങൾ ക്രമമായി കമന്റ് ചെയ്യും. അടുത്തത് എക്സസൈസ് നമ്പർ 4, കളർ ചേഞ്ചിങ് ടെക്സ്റ്റ്. ഇതിൽ ഞാൻ കുറച്ച് ടെക്സ്റ്റ് കാണിക്കും. അതിൻ്റെ ടെക്സ്റ്റിൽ എഴുതിയത് പറയുക. അതായത് ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ റെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ കളറ് ബ്ലാക്ക് ആണ്. അപ്പോൾ നിങ്ങൾ റെഡ് എന്നുള്ളതിന് റെഡ് എന്ന് മാത്രം ഇതാക്കുക. അതായത് എഴുതിയ ടെക്സ്റ്റ് വായിക്കുക, കളറല്ല നോക്കേണ്ടത്. ഇതിൻ്റെ ലെവൽ 1 ആണ്. ലെവൽ 1ലെ 5 നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഈസിയാണല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ലെവൽ 2ലേക്ക് പോവാം. ലെവൽ 2ൽ 3 കാണിക്കും. കുറച്ച് ഹാർഡായിരിക്കും. കളർ ചേഞ്ച് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര എണ്ണത്തിന് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് 3 ഉണ്ടാവുക. ഓക്കെ, ഇനി എക്സസൈസ് നമ്പർ 5. ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ എക്സസൈസ് ആണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് ബുദ്ധിശക്തി എന്ന് എഴുതുക. നിങ്ങൾ ഭൂരിഭാഗം പേരും റൈറ്റ് ഹാൻഡർ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡർമാർ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ ബുദ്ധിശക്തി എന്ന വാക്ക് എഴുതുക. ഫോണിലല്ല എഴുതട്ടെ, നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഡൺ എന്നുള്ളത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡൺ ആയിട്ടുണ്ടെങ്കിൽ ഡൺ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റോറിയുടെ ആൻസറും നിങ്ങൾ കൊടുക്കുക. ആൻഡ് പിന്നെ നിങ്ങൾക്ക് എത്ര സ്കോർ ആ കളർ ചേഞ്ചിങ് ടെസ്റ്റിൽ കിട്ടി എന്നുള്ളതും കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമലിൻ്റെ പേരും കൂടി കൊടുക്കുക. ഓക്കെ.